നമസ്കാരം. എറണാകുളം കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ കൂട്ട ആത്മഹത്യയിൽ ദുരൂഹതകളേറെ. സെൻട്രൽ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ മനീഷ് വിജയ്, സഹോദരി ശാലിനിയും അമ്മ ശകുന്തളയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മയെ കൊലപ്പെടുത്തി മനീഷും സഹോദരിയും ആത്മഹത്യ ചെയ്തുവെന്നാണ് നിഗമനം. അമ്മയുടെ മൃതദേഹത്തിന് മുകളിൽ വെള്ളത്തുണി വിരിച്ച് പൂക്കൾ വെച്ചിരുന്നു. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. കുറിപ്പിൽ ഹിന്ദിയിലുള്ള വരികളാണുള്ളത്. സഹോദരിയെ അറിയിക്കണമെന്ന് മാത്രമാണ് ഇതിലുള്ളത്. മനീഷിന്റെ ഒരു സഹോദരി വിദേശത്താണ്. അടുക്കളയിൽ കടലാസുകൾ കൂട്ടിയിട്ട് കത്തിച്ച നിലയിലും കണ്ടെത്തി. 2011 ബാച്ച് IRS ഉദ്യോഗസ്ഥനാണ് മനീഷ്. അടുത്ത കാലത്താണ് കൊച്ചിയിലെത്തിയത്. കേരള പോലീസിന് ഈ അന്വേഷണം കടുത്ത വെല്ലുവിളിയായി മാറാൻ ഇടയുണ്ട്. ജാർഖണ്ഡ് സ്വദേശികളാണ് മരിച്ചത്. വീടിന്റെ കതക് പൊളിച്ച് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞത്. ഒരാഴ്ചയായി മനീഷ് ഓഫീസിലെത്തിയിട്ടില്ലായിരുന്നു. അന്വേഷിച്ചെത്തിയപ്പോഴാണ് വീടിനകത്ത് തൂങ്ങിയ നിലയിൽ 2 മൃതദേഹങ്ങൾ കണ്ടത്. പ്രദേശത്ത് ദുർഗന്ധമുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ മനീഷിന്റെയും സഹോദരിയുടെയും മൃതദേഹങ്ങളാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് കതക് പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് അമ്മ ശകുന്തളയുടെ മൃതദേഹം കട്ടിലിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. അമ്മയും സഹോദരിയും മനീഷിനൊപ്പം താമസിക്കാൻ എത്തിയിട്ട് കുറച്ചു നാളെ ആയിട്ടുള്ളൂ. മൃതദേഹം അഴുകിയ നിലയിലാണ്. കഴിഞ്ഞ വർഷമാണ് സഹോദരി ശാലിനി ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാം 1ാം റാങ്കോടെ പാസ്സായത്. ഇവർ അവിടെ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. അയൽക്കാർക്ക് ഇവരെക്കുറിച്ച് ഒന്നും അറിയില്ല. ഹിന്ദിയിൽ എഴുതിയ ഡയറി കുറിപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ആത്മഹത്യാ കുറിപ്പാണോ എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. മനീഷ് 2 ആഴ്ചയിലേറെയായി അവധിയിലായിരുന്നു. സഹോദരിയുടെ ആവശ്യങ്ങൾക്കായി നാട്ടിലേക്ക് പോകണമെന്നായിരുന്നു അവധിക്ക് കാരണമായി പറഞ്ഞിരുന്നത്. ഇവർക്ക് അയൽക്കാരുമായോ നാട്ടുകാരുമായോ അധികം അടുപ്പമുണ്ടായിരുന്നില്ല. 3 പേരുടെയും കിടക്കമുറികളിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. കാക്കനാട് ഈച്ചമുക്കിലെ സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിലെ 114 നമ്പർ വീട്ടിലാണ് മൂവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 42 വയസ്സുള്ള മനീഷ് വിജയുടെ മൃതദേഹം ഹാളിനോട് ചേർന്നുള്ള വലത്തെ മുറിയിലും 35 വയസ്സുള്ള സഹോദരിയുടേത് വീട്ടിന്റെ പിൻഭാഗത്തെ മുറിയിലും തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത്. 80 വയസ്സിനോടടുത്ത് പ്രായമുള്ള മാതാവ് ശകുന്തള അഗർവാളിന്റെ മൃതദേഹം കണ്ടെത്തിയത് വീട്ടിന്റെ ഇടത്തെ മുറിയിൽ പുതപ്പ് കൊണ്ട് മൂടി മൃതദേഹത്തിൽ പൂക്കൾ വർഷിച്ച രീതിയിലും. മനീഷിന്റെ മുറിയിൽ നിന്ന് ഹിന്ദിയിൽ എഴുതിയ ഒരു ഡയറി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ജീവിതത്തിലെ ചില നൈരാശ്യങ്ങൾ മൂലം മനീഷും മറ്റുള്ളവരും ജീവനൊടുക്കി എന്ന നിലയിലാണ് തൃക്കാക്കര പോലീസ് തയ്യാറാക്കിയ FIR-ൽ പറയുന്നത്. അവിവാഹിതരായ സഹോദരങ്ങൾ മാതാവ് മരിച്ചതിന്റെ ആഘാതത്തിൽ ആത്മഹത്യ ചെയ്തതാണോ എന്ന സംശയവുമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാകും. അതുകൊണ്ട് തന്നെ അമ്മയുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന കാര്യമാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നും ഈ കുടുംബത്തെ അലട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആത്മഹത്യയാണെങ്കിൽ എന്താണ് അവരെ ഇതിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്. വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.